കോടതിയിൽ കടവന്ത്ര പോലീസിന് മുന്നിൽ മൊഴി കൊടുക്കാൻ നടി അൻസിബ എത്തി. ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ച ഓർമ്മയുണ്ട് എൻ്റെ വീഡിയോയിൽ. എൻ്റെ വീഡിയോ പറയാത്ത ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞാൻ കംപ്ലൈൻ്റായിട്ട് അതിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാം അച്ഛനുമായിട്ടുള്ള അവിഹിതം പറഞ്ഞു, ടിനിടോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഡാനി എന്താ അങ്ങനെയൊക്കെ കൊടുക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. അതിൽ ഒരു സുഹൃത്ത്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണെങ്കിൽ ചോദിച്ചു, തൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്, ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി പിടിപ്പിക്കുകയൊന്നും ചെയ്യരുതെന്ന്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, വീഡിയോ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മിസ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞ വിഷയങ്ങളാണ്. ഇപ്പം അൻസിബയുടെ വായിന്നത് വീണപ്പോൾ ഈ ഒരു വിഷയം സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ വ്യക്തമായെന്ന് തോന്നുന്നുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല ഈ കൊച്ചിനായിട്ട് നരയിക്കാൻ തുടങ്ങിയിട്ട് വന്മാർ. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഈ പറയുന്ന അൻസിബ വിളിക്കാറുമുണ്ട്, സംസാരിക്കാറും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ബിയിലെ ഈ പറയുന്ന അൻസിബയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇവിടെ ശരിക്കും പ്രശ്നകാരി ആരാണ്? ടിനിടോമാണ്. ഇന്നലെ ടീനിയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സലീം കുമാറിന്റെ വിഷയത്തിലാണ്. സലീം ഇക്ക പോയതിൻ്റെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി സലീം ഇക്ക എന്ന് പറഞ്ഞതിന് കേട്ടോ, എൻ്റെ വായി നിന്ന് വീണ് പോയതാണ്. സലീമേട്ടൻ പോയതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അതെനിക്ക് ജെനുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പണ്ട് മുതലുള്ള സുഹൃത്തും കാര്യങ്ങളുമാണ്. ഒരു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ടീനി. അതൊക്കെ ഒരുപാട് ആൾക്കാർ മോശമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. പക്ഷേ ഇപ്പോഴും അൻസിബയുടെ കൂടെ തന്നെയാണ് നമ്മൾ ആ ഒരു വിഷയത്തിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവുകയൊക്കെ ചെയ്യാം. ഇനി അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുക, ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊന്ന് കമൻറ്റ് ഇടുക. ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊന്ന് കമൻറ്റ് ഇടുക. ഈ വിഷയം പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇവിടെ സപ്പോർട്ട് വേണം. ജനങ്ങൾ മൊത്തം ഈ പെണ്ണിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കണം. പരമാവധി ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. ഇത് വീഡിയോസ് ഒന്ന് ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ഈ ടിനിയെ വെറുക്കുന്നവർ ലൈക്ക് ചെയ്താൽ മതി. ആ എണ്ണം ഒന്ന് കാണാമല്ലോ, അവനെ വെറുക്കുന്നവർ എത്ര പേരുണ്ട്, ഈ കുട്ടിക്ക് അപ്പോൾ എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇതിന്റെ മുന്നേ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് അമ്മയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ ഒരു വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പരാതി എടുത്തില്ല, മൊഴിയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ പരാതി എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഇൻഫോ പാർക്ക്, ഞാൻ കാക്കനാട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. അന്നും പരാതി എടുത്തില്ല. എന്റെ പരാതി ഇരുന്ന് കുറെ നേരം കേൾക്കുക ചെയ്തു. പക്ഷെ അനൂപ് ചന്ദ്രൻ ചേട്ടന് ഒരു ഫോൺ കോൾ പോലും ചെയ്ത് അന്വേഷിച്ചിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ഇതേ സ്റ്റേറ്റിൽ തന്നെയാണ് എനിക്കെതിരെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തക എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുക്കുകയും ഒരു ചെറിയ മെസ്സേജ്, ദുബായി പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു, എന്റെ സുഹൃത്ത് കണ്ടിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മേല് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഹറാസ് ചെയ്തത്. അത് കഴിഞ്ഞ ഡിസംബറിലാണ് ആ ഒരു കാര്യം നടക്കുകയൊക്കെ ചെയ്തത്. ചേച്ചി അങ്ങോട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അൻസിബയ്ക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. എന്താണ് ആ ഫോട്ടോ? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. ഈ ഫോട്ടോയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ആ ഫോട്ടോ? പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ഈ പറയുന്ന ഹസ്ബൻഡുമായിട്ട് എന്തോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സമയത്തൊക്കെ. ഓക്കെ, അതൊന്നും നമ്മുടെ ചർച്ചയല്ല. ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരുടെ മുമ്പിൽ വന്നിട്ട് കുലസ്ത്രീ പുണ്യാളത്തി എൻ്റെ പൊന്നോ വേളാങ്കണ്ണി മാതാവ് തോറ്റുപോകുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരുടെ. നമ്മൾ പുള്ളിയെ പോലെ ഈ നല്ലവനായ ഉണ്ണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഒരു വ്യക്തി. എന്താ സംസാരം! ഓ എൻ്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ ശ്രീകൃഷ്ണന്റെ ദാസിയായിരുന്നു തോന്നുന്നു. ദാസി എന്ന് പറഞ്ഞാൽ ഇല്ല, ക്യാൻസൽ ദാസി. ഓ ദൈവമേ, അതിനുണ്ട് ഒരു അന്തസ്. ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. ഇന്റർഗേറ്റ് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയും അവരുടെ ഭർത്താവും SI രേഷ്മ മാമും കൂടെയാണ്. 3 പേരും കൂടെ ആയിരുന്നു ഇന്റർഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയ മെസ്സേജിന്റെ പുറത്ത് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇന്റർഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തില് ഞാനൊരു പരാതിയുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് ഡിഫേമേഷനിലേക്കാണ് പോവുക എന്ന് പറയുന്നതിൽ എത്രത്തോളം ന്യായം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നീന കുറുപ്പ് ചേച്ചിയാണ് കേട്ടിട്ടുള്ളത്. നീന കുറുപ്പ് ചേച്ചി ഡയറക്റ്റ് കേട്ടതാണ് എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നീന ചേച്ചി അല്ലേ അത് കേട്ടത്, അൻസിബ കേട്ടില്ലല്ലോ എന്ന്. അത് നീന ചേച്ചി അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചിയെ ടിനിടോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നത്
ഡയറക്റ്റ് ആയിട്ടാണ് നീന ചേച്ചിയോട് അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട പലരുണ്ട്, എത്ര പേര് അതിന് സാക്ഷി പറയുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ പരാതി കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം തട്ടിപ്പോഴും അവരുടെ അടുത്താണ് നിൽക്കുന്നത്. ഉള്ള കാര്യം തോന്നുന്നു പറയാലോ, ഇവർ കിടന്ന് ഇങ്ങനെ ഓടുകയാണ്. ഈ പെണ്ണുങ്ങൾ രണ്ടുപേരും, നീനക്കുറുപ്പാണെങ്കിലും അൻസിബി ആണെങ്കിലും കിടന്ന് ഓടുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇല്ലേ നന്ദകുമാർ ഈ പറയുന്ന അമ്പലത്തിന്റെ കേസ് കേട്ടൊക്കെ ഞാൻ സംസാരിച്ച ഓർമ്മയുണ്ട്. അമ്പലം കേസ് കേട്ട് ഈ അമ്പലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ആയത്. അവിടെ നിന്നാണ് ഈ പറയുന്ന 25 ലക്ഷം രൂപ അമ്മയിലോട്ട് സംഘടനയിലോട്ട് കിട്ടുകയൊക്കെ ചെയ്തതും ഈ പറയുന്ന അൻസിബ അവിടുത്തെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ശ്വേതാമേനോന്റെ ഹസ്ബൻഡിനും ഒക്കെ നല്ല പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പേര് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു കേസ് കേട്ട് നല്ല രീതി തിരിച്ചുവിടാൻ അവർ പലവട്ടവും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ടുവരുന്നു, ഈ പറയുന്ന വാച്ച്മാനെ കൊണ്ടുവരുന്നു, കഥകൾ പോകുന്ന ഓരോ രീതികളൊന്നും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓക്കെ ഞാനിപ്പോൾ അതിലോട്ടൊന്നും വരുന്നില്ല. എല്ലാ ഊടായ്പ ടീംസൊക്കെ തന്നെ ആ കൂട്ടത്തിലുള്ളത്. ഇത് മാത്രം ഇങ്ങനെ പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശവും. ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ ടിനി ടോം ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീന ചേച്ചി ഡയറക്റ്റ് അസഭ്യം പറഞ്ഞ ടിനി ടോമിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി ഒന്നും കൊടുത്തിട്ടില്ല. നീന ചേച്ചി അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എഫ്ഐആർ ഇടാൻ പറ്റുന്ന കേസ് തന്നെയാണത്. അങ്ങനെ ഒരു കേസ് ഡയറക്റ്റ് ആയിട്ട് എഫ്ഐആർ ഇടാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെന്നിരിക്കെ എന്നോട് വന്ന് കള്ളം പറഞ്ഞു തരേണ്ട ആവശ്യം നീന കുറുപ്പേച്ചിക്കില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയോ, അൻസിബെ പോലെ ഉള്ള ഒരാള് ഈ പറയുന്നുണ്ട് ജാതി മതമൊക്കെ മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രമാത്രം ബുദ്ധിയൊക്കെ ഈ അൻസിബയ്ക്കുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതൊക്കെ ഈ ഒരു കാലത്തിൽ അൻസിബെ പോലുള്ള ഒരാളങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ അടിച്ചിറക്കുന്ന കുറച്ച് കഥകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോ തോന്നിവാസങ്ങൾ ഒപ്പിച്ചു വെക്കുന്നത് മാത്രം മിച്ചം. ഓക്കെ, ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്, ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്ത് ചാടി അങ്ങോട്ട് പോയതും. ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കംഫർട്ട് ആവുന്ന. അപ്പൊ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യം കൂടെയാണ്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇടതുവശത്തൂടെ നടക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസുകാരുമായിട്ടൊക്കെ സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാ ജനങ്ങളിലും എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ പോലും ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് അവയർനെസ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും ഞാനിത് വിഡ്രോ ചെയ്യൊന്നുമില്ല. അത് കറക്റ്റ് കാര്യമാണ് ഈ പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളൊന്നും ആൾക്കാർക്കൊന്നും അറിയത്തൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കേസ് വിളിക്കുകയാണെങ്കിൽ ചാടിക്കറി പോവുകയും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം കൂടെ, ചെറുപ്പക്കാരെ പിള്ളേരുടെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ, കൂട്ടുകാരൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ പിടിച്ചിടുക എന്ന് വിചാരിക്കുമ്പോൾ പോലീസുകാർ ചിലപ്പോൾ നിന്റെ നമ്പറൊക്കെ എടുത്തായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പോകരുത്. പേരൻസ് ഒക്കെ ആയിട്ട് മാത്രമേ പോകാവുള്ളൂ. അവന്മാരുടെ രീതിയും സ്വഭാവമൊന്നും അത്ര നല്ല വെളുപ്പും കാര്യങ്ങളൊന്നും അല്ല. അവരെപ്പോഴും വേറൊരു കണ്ണുകൊണ്ട് മാത്രമേ നമ്മളെ കാണത്തുള്ളൂ. അത് പോലീസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, അൻസിബയുടെ അച്ഛൻ്റെ കാര്യം. രണ്ടാം അച്ഛനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ. അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. നല്ല പൊട്ടിയിൽ കൊടുക്കാത്തതിനുണ്ട്. ആണുങ്ങൾ അവിടെ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവന്മാർ മാത്രം ഇവൻ്റെയൊക്കെ മൂട് താങ്ങിയിരിക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കുട പിടിക്കാൻ കുറേ ആൾക്കാരുണ്ട്, അമ്മ സംഘടനയല്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബെ പോലുള്ളവരൊക്കെ നെറിയും മാത്രമായിട്ട് അവിടെ എന്ത് കള്ളങ്ങളുണ്ടെങ്കിലും അപ്പം സ്പോട്ടിൽ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമാണ് അൻസിബയുടെ. അത് ഈ പറഞ്ഞ ടിനി ടോം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവറ്റയുടെയൊക്കെ കള്ളങ്ങൾ ഓരോന്ന് ഇങ്ങനെ പൊളിച്ചടിക്ക് വന്നപ്പോഴത്തേക്ക് തേരെ കിടക്കുന്ന അവൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ഇപ്പം മതം പറയുന്നു, അത് പറയുന്നു, മറ്റു പറയുന്നു, തമ്മിലടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അൻസിബയുടെ അവിടുത്തെ രീതി എന്നുള്ള രീതിയിലാണ് ഇപ്പം പല ആൾക്കാരും അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ആരും ലക്ഷ്മി പ്രിയ, ഈ പറയുന്ന ടിനി, അങ്ങനെയുള്ള സെറ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ടിനിയുടെ കാര്യം ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ, ഓരോന്നൊക്കെ ഒപ്പിച്ച് വെക്കുന്നത് എന്താണെന്ന്.
സോ അയലത്ത് കിടക്കുന്നവന് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയാളിപ്പോൾ നാട് വിട്ട് UK പോയിരിക്കുക ഇവൻ്റെ ശല്യം കാരണം. പിന്നെ ഈ പറയുന്ന പോലീസിൽ നല്ല ഹോൾഡുണ്ട്, അണ്ണന് നല്ല ഹോൾഡുണ്ട്, രാഷ്ട്രീയത്തിൽ നല്ല ഹോൾഡുണ്ട്. നോക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, ജനങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ എപ്പോഴും സത്യത്തിലൂടെ നിൽക്കത്തുള്ളൂ എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ബാക്കി കൂടെ കേൾക്കാം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഉറപ്പായിട്ടും പോകും. ഞാൻ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ശ്രീ ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം, ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരള ഗവൺമെന്റ് എന്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. കാരണം ഏത് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് മിനിസ്റ്റേഴ്സിന്റെ കൂടെയും കൂടെ കയറി ഇന്ന് ഫോട്ടോ എടുക്കുന്ന തരത്തിൽ വിഷ്വൽസ് കാണുന്നുണ്ട്. അപ്പോ എന്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ട്. എങ്കിലും എന്തിനു പേടിക്കണം? അൻസിബ പേടിക്കണ ഒരു ആവശ്യമില്ല. അതൊക്കെ അങ്ങ് കഴിഞ്ഞ 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചപ്പോൾ അവരുടെ മുകളിൽ താങ്ങി നടന്നവനാണ് ഇവൻ. പേടിക്കണ്ട. ഇപ്പം നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പോലീസിലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പോലും. നമ്മളെ കൊണ്ടൊക്കെ ഹെൽപ്പ് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. അത് വേറെ കാര്യങ്ങൾ. ടിനി ടോം അല്ല ഏത് ടോം വന്നതെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു കാര്യം ഞാൻ പറയാം. 10 അടി ഇങ്ങോട്ട് കിട്ടിയ 2 എണ്ണം, ആ 2 എണ്ണം അവൻ കൊള്ളുന്ന രീതിയിൽ തിരിച്ചു കൊടുത്തിരിക്കും. സപ്പോർട്ടുണ്ട്, ഫുൾ സപ്പോർട്ടുണ്ട്. ഇവിടുത്തെ അത്യാവശ്യം റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അനുസരിച്ച് ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഞാൻ ഒരിക്കലും തെറ്റിന്റെ കൂടെ ഗവൺമെന്റ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. അതുകൊണ്ട് എന്റെ കൂടെ എന്തായാലും ഗവൺമെന്റ് നിൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് അമ്മ സംഘടനയുടെ EC ഗ്രൂപ്പിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ECക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെന്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു മറുപടി ഇട്ടപ്പോ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെന്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല. ഡബിൾ ഡാഡി സിൻഡ്രോത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ. ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ 17 പേരുള്ള ഒരു EC ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇട്ടത്. അവന്റെ സംസാരത്തിൽ തന്നെ അറിയത്തില്ല ഒരു വിവരദോഷിയാണെന്നുള്ള കാര്യം. ഒരു വിവരവും ഓരോ കാര്യമില്ല ഒരു മനുഷ്യനെ. ഒരുത്തം കമന്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് അവന്റെ താഴെ പോയി തെറി വിളിച്ച് അവസാനം വരെ പേഴ്സണലി വിളിച്ച് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത അവന്റെ ഫേസ്ബുക്ക് ചാനൽ വരെ അടിച്ചളഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിവരവും കാര്യങ്ങളൊന്നും ഇല്ല, സാമാന്യ ബോധം പോലും ഇല്ല. എന്തൊക്കെയോ വന്നിട്ട് പൊട്ടത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കോമഡി അറിയാലോ, ഈ നടന്മാരുടെ ഓരോ ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത് അത് പണ്ടത്തെ കോമഡിയാണ്, പണ്ട് കാലത്ത് ചെയ്യുന്ന കോമഡികളാണ്. അതൊന്നും ഈ ഒരു കാലത്ത് അത് വർക്കാവത്തില്ല. ഈ കാലത്ത് അത് കോമഡി പീസായിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ വർക്കാവുമായിരുന്നു. പുള്ളി ഇപ്പോഴും ആ ഒരു രീതി പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും വായി വരുന്ന സംസാരം, ലോക്കൽ സെറ്റപ്പ് പരിപാടികളൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അൻസിബ. പറഞ്ഞു മനസ്സിലായി. എന്തെങ്കിലും അൻസിബയുടെ ഒരു കുറവോ എന്തെങ്കിലും അയാളെ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അൻസിബ പിന്നെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഈ പെരുമാറുന്ന മൊത്തം. അത് മനസ്സിലാക്കണം. ഇവനെയൊക്കെ കുമ്പിട്ട് നിൽക്കുന്നത് നിർത്തേണ്ടടുത്ത് തുടക്കം നിർത്തണമായിരുന്നു. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നതാണ്, പറ്റിയതാണ്. മാധ്യമങ്ങളുടെ പ്രഷർ കാരണമാണ് എന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ആ സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചാനലുകളിലൂടെയാണ് കാണുന്നത് ഇന്ന ആൾക്കാരാണ് സമിതിയിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിതുവരെ ഒഫീഷ്യലി ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ആരാണ് സമിതിയിലുള്ളതെന്ന്. അപ്പൊ ഞാൻ കേട്ടു പ്രസിഡന്റും സെക്രട്ടറിയും സമിതിയിൽ ഉണ്ടാവുന്ന പറഞ്ഞിട്ടോ. ഞാൻ ആരോപണം ഉയർത്തിയ കൂട്ടത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണ വിധേയയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു സമിതിയിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ പരാതി പറയാൻ വേണ്ടി വീണ്ടും പോവില്ല. കാരണം ഇതിന്റെ മുന്നേ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞപ്പോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന്റെ അരികെ ഞാൻ വീണ്ടും എന്തിന് പരാതിയുമായിട്ട് പോകണം? ഓക്കെ, ഇതാണ് ഇന്നത്തെ അൻസിബ സംസാരിച്ച കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഏകദേശം ജനങ്ങൾക്ക് കാര്യമൊക്കെ പിടികിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവള് വന്നിട്ട് ഇപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റായി. ഇപ്പം കുറച്ച് ആൾക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അൻസിബ വെളിപ്പെടുത്തിയത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും അതിന് കൂടെ നീതി കിട്ടട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് വരുന്ന പരമാവധി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. മറക്കണ്ട ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.